कोई नोटिस नहीं मिला है, कोई नोटिस नहीं। पक्की दुकान है, डीडीए के अलॉटमेंट की दुकान, कागज दिखा रहा हूँ, कोई देखने को तैयार नहीं है। അന്യമത വിദ്വേഷത്തിന്റെ കുറെ കല്ലുകൾ ജഹാംഗീർപുരിയിൽ പതിച്ചത് ഏപ്രിൽ 16-നാണ്. ആ കല്ലേറ് കലാപത്തിലേക്ക് നീണ്ടില്ല. ആശ്വാസം. നാട് പതിയെ ജീവിതതാളം തിരികെ പിടിക്കുകയായിരുന്നു. അപ്പോഴാണ് വിദ്വേഷത്തിന്റെ പുതിയ നീരാളി കൈകൾ ജഹാംഗീർപുരിയെ പൊളിച്ചു കളഞ്ഞു. അനധികൃത കയ്യേറ്റമെന്ന BJP വാദം നിലനിൽക്കില്ല. പൊളിച്ചു കളഞ്ഞ കെട്ടിടങ്ങളിൽ കയ്യേറി നിർമ്മിച്ചതും നിയമപരമായി നിർമ്മിച്ചതുമുണ്ട്. 15 വർഷമായി BJP ഭരിക്കുന്ന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും ഭരണസമിതിയും ജഹാംഗീർപുരിയിലെ അനധികൃത കയ്യേറ്റം തിരിച്ചറിഞ്ഞത് സംഘർഷത്തിന് ശേഷം മാത്രം. വേർതിരിവോടെ നടത്തുന്ന ഇത്തരം നടപടികൾ സമൂഹത്തിൽ കൂടുതൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുമെന്നത് ഭരണകൂടത്തിന് അറിയാത്തതല്ല. അധികാരമുള്ള ഭൂരിപക്ഷം അത് പ്രത്യേക ലക്ഷ്യത്തോടെ വിനിയോഗിച്ചാൽ സമൂഹത്തിൽ എന്ത് പ്രത്യാഘാതമുണ്ടാക്കുമെന്നതിന് ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഹിറ്റ്ലറിന്റെ കാലത്ത് ജർമ്മനി മാത്രം മതി ആ ദുരന്തത്തെ മനസ്സിലാക്കാൻ. ആക്രി പെറുക്കിയും കൂലിപ്പണിയെടുത്തും ചെറിയ കടകൾ നടത്തിയുമെല്ലാം ജീവിച്ച സാധാരണ മനുഷ്യർ വേലിക്കെട്ടുകൾക്കകത്തായി. ഈ വേലിക്കെട്ടിനപ്പുറത്താണ് ജഹാംഗീർപുരിയുടെ ജീവിതം. നമുക്ക് ആ മനുഷ്യരെ കാണാം, അവരോട് സംസാരിക്കാം. राजनीति हिसाब किताब बना दिया पूरा, नहीं तो यहाँ पे कुछ नहीं है, यहाँ सब साथ में रहते हैं. हाँ, हिंदी में सब भाई भाई हमारा, कोई दंगा बाजी नहीं है. सारा सामान जो तोड़ दिया, टूटा फूटा, वो उठा के ही लेके चले. इंसाफ के लिए वकील बनना चाहता हूँ. गरीब के ऊपर बहुत जुल्म होता है, उनके लिए इंसाफ करना चाहता हूँ. पुलिस वाले कह रहे हैं यहाँ से भागो. तब मैंने पुलिस वालों को पूछा, पहले ऑर्डर लेके आओ. हमें ऑर्डर देते, अब 1 घंटे के अंदर हम हटा देते. कह रहे हैं तुम यहाँ से भाग जाओ, यहाँ पर तुम लोग का कोई कारोबार नहीं चलेगा, यहाँ पर कोई बात नहीं चलेगा, बोल के हमें भगा दिया. ചെറിയ തെരുവുകളിൽ നമുക്ക് ആശങ്ക കാണാം, മനുഷ്യരുടെ മുഖത്ത് ആശങ്ക കാണാം. എന്താണ് ചുറ്റും സംഭവിക്കുന്നത് എന്ന ആശങ്ക. കുഴപ്പമുണ്ടായ ഒരിടത്ത് സമാധാനം സ്ഥാപിക്കലാണ് നമ്മളെ സേവിക്കാൻ
നമ്മൾ ചുമതലപ്പെടുത്തിയ നമ്മുടെ ജനപ്രതിനിധികൾക്കുള്ള ഉത്തരവാദിത്വം. അല്ലാതെ ബുൾഡോസറും കൊണ്ട് മനുഷ്യരുടെ ജീവിതം തകർക്കലാണ് എന്ന് പഠിച്ചു വെക്കുന്നിടത്ത് ജനാധിപത്യം തകരും. मैंने बोला कि मेरा मकान आवास योजना में बना हुआ है, तो क्योंकि बना हुआ है तो क्योंकि क्या करेगी कि सरकारी जगह पे तो तुम्हारा बना है। मैंने बोला आप लोगों ने मुझे पास करा इस जगह पे, फिर तुम कैसा तोड़ रहा हो ये मकान? तो क्योंकि नहीं क्योंकि तोड़ना पड़ेगा क्योंकि आगे से डर हमको। पुलिस एक जवान है, बोले चल रहे अंदर जा अपने मकान में। तो मैंने उसका बोला, मैंने कहा यार भाई मैं स्टाफ का आदमी हूँ, ऐसा ही हूँ, सेवा नहीं होता। तो बोले तेरी ऐसी की तैसी, ऐसा ही की होगा, ऐसा ही आया और मेरे को सीधे उसने पहला लटकियाँ मारा है, देखो चमड़ी निकल गई, और दूसरा लट ये मारा। സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയ പരിസരത്തേക്ക് ബുൾഡോസറുകൾ കടന്നു വന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ചില കേസുകളിൽ കുറ്റാരോപിതരായ ആളുകളുടെ വീടിനു മുന്നിൽ പോലീസ് ബുൾഡോസർ കൊണ്ടുപോയി നിർത്തി. കീഴടങ്ങിയില്ലെങ്കിൽ വീട് പൊളിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഭൂരിപക്ഷ പൊതുബോധം കൈയടിച്ചു. ബിജെപിക്ക് വോട്ട് ചെയ്യാത്തവരെ തേടി പിടിച്ച് ബുൾഡോസ് ചെയ്യുമെന്ന് UP നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ BJP MLA പൊതുമധ്യത്തിൽ പ്രഖ്യാപിക്കുന്നതുവരെ നീണ്ടു അവിടുത്തെ കഥകൾ. Those who are accused of crime and maybe in jail, who are Muslims, belong to the Muslim community, before the elections, many of their homes and properties were destroyed by bulldozers without any court order at all. But at the same time, very big and heinous criminals who belong to the Hindu community, they have been spared, and many of them are still roaming around outside, engaging in their activities. And in the recent upper house elections, MLC elections, actually they have won, and their family members have won many of their seats. So there's a clear discrimination in the use of the bulldozer. It is used against criminals or those who are in jail for crimes belonging to the Muslim community. മധ്യപ്രദേശിലെ കാർഗോണിൽ ഇരു വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി. പിന്നാലെ ഒരു വിഭാഗത്തെ മാത്രം ലക്ഷ്യമാക്കി BJP സർക്കാരിന്റെ ബുൾഡോസറുകൾ ഇരച്ചെത്തി. 16 വീടുകളും 30-ലധികം കടകളും കോരിയെറിഞ്ഞു. ആ കുടുംബങ്ങൾ പെരുവഴിയിലായി. കലാപകാരികളുടെ വീടുകൾ തകർക്കുമെന്ന് BJP നേതാക്കൾ ക്യാമറകൾക്ക് മുന്നിൽ പറഞ്ഞു. പിന്നീട് ബുൾഡോസർ ചിന്ത ഗുജറാത്തിലെയും കർണാടകയിലെയും BJP നേതാക്കളിലേക്ക് പടർന്നു. ആര് കലാപകാരി എന്ന് കണ്ടെത്താൻ പോലീസ് സംവിധാനവും അവർ കുറ്റക്കാർ തന്നെയാണോ എന്ന് പരിശോധിക്കാനും ശിക്ഷ വിധിക്കാനും കോടതി സംവിധാനവുമുള്ള രാജ്യമാണ് ഇന്ത്യ. ജനാധിപത്യ, മതേതര, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ് ഇന്ത്യ. ഏതെങ്കിലും പാർട്ടിയുടെ ബുൾഡോസർ രാജ് നടപ്പിലാക്കാൻ ഇന്ത്യൻ ജനാധിപത്യം ആർക്കും അധികാരം നൽകിയിട്ടുമില്ല. ഈ വർഷം അവസാനവും അടുത്ത വർഷം ആദ്യവും തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ബുൾഡോസറും കൊണ്ട് BJP സർക്കാരുകൾ ഇരയെ തേടുന്നത് എന്നത് യാദൃശ്ചികമല്ല. ഡൽഹിയിലാണെങ്കിൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. कि यहाँ से क्योंकि ये जो पैसेज को पब्लिक को चलने के लिए दिक्कत हो रही थी, तो इसलिए इसको हमने हटाने की कई बार कोशिश की, कई बार हमने पुलिस को भी लिखा, इसलिए हमने लार्ज स्केल पे इसको काम करने की कोशिश की. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും തുടങ്ങി അനേകം ജനകീയ വിഷയങ്ങൾ ചർച്ചയിൽ നിന്നു മാഞ്ഞു. ചർച്ച ബുൾഡോസറിൽ മാത്രം തട്ടിത്തടഞ്ഞു നിൽക്കുന്നു. കൈകൾ നീട്ടി പാഞ്ഞെടുക്കുന്ന ബുൾഡോസറുകൾ പൊളിച്ചു കളയുന്നത് മതേതരത്വത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ,
മതിലുകളാണ്.